അദ്ദർസുൽ ഖാമിസ്, അഞ്ചാമത്തെ പാഠം. സഈദ്, യാസിർ, രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണമാണ്. സഈദുൻ, അദ്ദേഹം പറയുകയാണ്, അ കിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസിർ. അ കിതാബു മുഹമ്മദിൻ ഹാദാ, അതായത് ഇത് മുഹമ്മദിന്റെ പുസ്തകമാണോ? യാ യാസിർ, അല്ലയോ യാസിറ, ഇത് മുഹമ്മദിന്റെ പുസ്തകമാണോ? അഹാദ എന്ന് പറഞ്ഞ, ആ എന്ന് പറഞ്ഞ അന്ത, നീ ആണോ? അഹാദ, ഇതാണോ? അ ഒരു ഇതിന്റെ മുമ്പിൽ ഒരു ഇസ്മിന്റെ മുമ്പിൽ ആ ചേർത്താൽ ഇസ്തിഫ്ഹാമാണ്, ഹൽ എന്ന അർത്ഥത്തിലാണ്. അഹാദ അ കിതാബ് മുഹമ്മദിൻ ഹാദ യാ യാസിർ, യാസിറ, ഇത് മുഹമ്മദിന്റെ ബുക്കാണോ എന്നാണ് ചോദിച്ചത്. യാസിറിന്റെ മറുപടി ല ഹാദ കിതാബു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ ഗ്രന്ഥമാകുന്നു. മനസ്സിലാവുന്നില്ലേ? ഹാദാ കിതാബു ഹാമിദ്, എന്തൊരു സംശയം ഉണ്ടോ ചോദിച്ചോണം. ഹാദാ കിതാബു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ ഗ്രന്ഥമാകുന്നു. ഹാദാ, ഇതാകുന്നത്, കിതാബു ഹാമിദിൻ, ഹാമിദിന്റെ ഗ്രന്ഥം, ഹാമിദിന്റെ കിതാബാണ്. അപ്പൊ ഇന്റെ കൂടെ എന്നുള്ളൊരു പാഠമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ബാക്കി അപ്പോൾ സഈദ്, ഐന കിതാബു മുഹമ്മദ്, എന്താണ് മുഹമ്മദിന്റെ ഗ്രന്ഥം എവിടെയാണ്? കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ ബുക്ക്. അപ്പൊ യാസിർ പറയാണ്, ഹുവ അലൽ മക്തബി ഹുനാക്ക, ഹുവ അത്, അതായത് ആ ബുക്ക്, അലൽ മക്തബി, മേശയുടെ പുറത്താണ്, ഹുനാക്ക, ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ, അവിടെ മേശയുടെ പുറത്ത് ആ പുസ്തകമുണ്ട്. മനസ്സിലായല്ലേ? ഹുവ അത്, അലൽ മക്തബി, അല വന്നുകൊണ്ട് അതിനുശേഷം വന്ന് ഇസ്മിന് ജർ ചെയ്തു, മക്തബി. മക്തബൂന്നോ മക്തബാ പറയത്തില്ല, കാരണം അല വന്നുകൊണ്ടാണ്. ഹുവ അലൽ മക്തബി ഹുനാക്ക, ഹുനാക്ക അവിടെ. ഇപ്പൊ സഈദ്, ഐന ദഫ്തറു അമ്മാർ, അമ്മാറിന്റെ നോട്ട്ബുക്ക് എവിടെ? ഐന ദഫ്തറു അമ്മാർ, അമ്മാറിന്റെ നോട്ട്ബുക്ക് എവിടെ? യാസിർ, ഹുവ അല മക്തബിൽ മുദരിസി, അത് എന്താണ് മക്തബുൽ മുദരിസ്, മുദരിസ് അധ്യാപകന്റെ മേശപ്പുറത്താണ്. ആരുടെ ബുക്ക്? ദഫ്തറു അമ്മാർ, അമ്മാറിന്റെ നോട്ട്ബുക്ക്, ദഫ്തർ. ഓക്കെ. സഈദ്, ഖലമു മൻ ഹാദാ യാ അലി, ഖലമു മൻ, ആരുടെ പേനയാണ്? ഹാദാ യാ അലി, ഖലമു മൻ, ആരുടെ പേന? ഹാദാ, ഇതാരുടെ പേനയാണ്? അലി. ഹാദാ ഖലമുൽ മുദരിസി, ഇത് അധ്യാപകന്റെ പേനയാണ്. ഐന ഹഖീബത്തുൽ മുദരിസി, മുദരിസിന്റെ, അധ്യാപകന്റെ ബാഗ് എവിടെയാണ്? അതെവിടെയാണ്? ഹിയ തഹ്തൽ മക്തബി, തഹ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ. ഹിയ തഹ്തൽ മക്തബി, അത് ബുക്കിന്റെ അടിയിലാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിതാബു മുഹമ്മദ്, മുഹമ്മദിന്റെ ബുക്ക്. കിതാബു ഹാമിദ്, ഹാമിദിന്റെ ബുക്ക്. പിന്നെ ദഫ്തറു അമ്മാർ, അമ്മാറിന്റെ നോട്ട്ബുക്ക്. മക്തബുൽ മുദരിസി, മുദരിസിന്റെ മേശ. അതുപോലെ ഖലമുൽ മുദരിസ്, ഹഖീബത്തുൽ മുദരിസി. മനസ്സിലായില്ലേ? അപ്പോ ഇനി ഈ ഇത്രയും നമ്മൾ വായിച്ചതിൽ നിന്നും താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. സൂക്ഷിച്ച് വായിച്ചു നോക്കിയിട്ട് സമാധാനത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഐന കിതാബു മുഹമ്മദ്, ഐന കിതാബു മുഹമ്മദ്, ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? മുഹമ്മദിന്റെ പുസ്തകം എവിടെയാണ്? എവിടെയാണ്? പറയൂ. ഹുവാല മക്തബി ഹുനാക്ക, ഹുവാല മക്തബിൽ ഹുനാക്ക, അവിടത്തെ ഹുനാക്ക, അവിടെ മേശപ്പുറത്തുണ്ട്. ഐന കിതാബു അമ്മാർ, ഐന കിതാബു അമ്മാർ, ഹുവാല മക്തബി മുദരിസ്, മുദരിസിന്റെ അവിടെ അമ്മാറിന്റെ ദഫ്തറായിട്ട് അവിടെ പറഞ്ഞു തന്നാലും കുഴപ്പമില്ല. ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. മനസ്സിലായില്ലേ? ഓക്കെ. ഐന ഹഖീബത്തുൽ മുദരിസി, മുദരിസിന്റെ ബാഗ് എവിടെയാണ്? എവിടെയാണ്? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഹിയ തഹ്തൽ മക്തബി. എന്താണ് തഹ്തൽ മക്തബി എന്ന് പറഞ്ഞാൽ? മേശയുടെ അടിയിൽ, അണ്ടർ ദ ടേബിൾ. അപ്പോ ഹഖീബത്തുൽ മക്തബി എന്ന് പറഞ്ഞപ്പോ ഹിയ പറഞ്ഞു കണ്ടായിരുന്നോ? എന്താണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഹഖീബത്തിനെ കുറിച്ചാണ്. ഹഖീബത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ് ആ പദം, അതുകൊണ്ടാണ് ഹുവ പറയാത്തത്. മനസ്സിലായോ? ഇനി അടുത്ത പേജ്.
അടുത്ത പേജിലിട്ട് പോവാം. ഓക്കെ, ഓക്കെ. അലിഫ് അൽ കലിമത്തൽ ഊല ഇല സാനിയ. അലിഫ് എന്ന് പറഞ്ഞാൽ നീ ആഡ് ചെയ്യൂന്നാണ്, ചേർക്കുക. അലാഫ എന്ന് പറഞ്ഞാൽ ചേർത്തു എന്നർത്ഥം. നമ്മൾ കുറെ പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട്. അലാഫ, അലാഫ എന്ന് പറഞ്ഞാൽ ചേർത്തു. ഇലാഫത്ത് ചേർക്കൽ. അലിഫ് നീ ചേർക്കണം. അൽ കലിമത്തൽ ഊല ഇല സാനിയ, എന്താണ്? ആദ്യത്തെ വാക്കിനെ രണ്ടാമത്തെ വാക്കിലേക്ക് ചേർക്കണം. കിതാബുൻ മുഹമ്മദുൻ, രണ്ട് വാക്കുകളായി. അതിന് രണ്ടിനെയും കൂടെ പരസ്പരം ചേർത്തോ, കിതാബു മുഹമ്മദിൻ. അപ്പൊ അർത്ഥമായി കിതാബുൻ മുഹമ്മദുൻ രണ്ട് വാക്കുകളായിരുന്നു, അതിനെ രണ്ടിനെ ചേർത്തപ്പോ എന്തായി? കിതാബു മുഹമ്മദ് എന്നായി. അതിന്റെ അർത്ഥം എന്താണ്? കിതാബു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ പുസ്തകം. കലമുൻ ഹാമിദുൻ, കലമു ഹാമിദിൻ. അപ്പൊ മാറ്റം ഉണ്ടാവുന്നുണ്ട്. രണ്ടിന്റെയും അവസാനം, രണ്ട് പദങ്ങളുടെ അവസാനം തൻവീനായിരുന്നു, പക്ഷെ ചേർത്തപ്പോ ആദ്യത്തേതിന്റെ തൻവീന് പോയി, രണ്ടാമത്തേതിന് ജെറാവുകയും ചെയ്തു. കണ്ടോ? കലം കിതാബുൻ മുഹമ്മദുൻ ചേർത്തപ്പോ കിതാബു മുഹമ്മദിൻ. അപ്പൊ കിതാബുൻ മുഹമ്മദിൻ എന്ന് പറയത്തില്ല, കിതാബു മുഹമ്മദിൻ. ഓക്കെ. കലമു ഹാമിദിൻ. ബൈത്തുൻ അബ്ബാസുൻ, ബൈത്തു അബ്ബാസിൻ. എന്താണ് ബൈത്തു അബ്ബാസിൻ എന്ന് പറഞ്ഞാൽ? എന്തുവാ? അബ്ബാസിന്റെ വീട്. വീട്. അടുത്തത് പറയൂ. ഗുർഫത്തുൻ അലിയുൻ, ഗുർഫത്തു അലിയിൻ. ഗുർഫത്ത് എന്ന് പറയുന്നത് എന്താണ്? റൂമാണ്, റൂം. പറ. ദഫ്തറുൻ സായിദിൻ, ദഫ്തറു സായിദിൻ, സായിദിന്റെ നോട്ട്ബുക്ക്. മന്ദീലുൻ യാസിറുൻ, മന്ദീലു യാസിരിൻ, യാസിറിന്റെ കർച്ചീഫ്. ഖമീസുൻ അമ്മാറുൻ, ഖമീസു അമ്മാറിൻ, അമ്മാറിന്റെ ക്ലോത്താ. ഷർട്ട്, ഷർട്ട്. ഷർട്ട്. സരീറുൻ ഖാലിദുൻ, സരീറു ഖാലിദിൻ. ഖാലിദ് എന്ന് പറയുമ്പോ ഗ്രാൻഡ് ഫാദർ. ഖാലിദ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാ. ഗ്രാൻഡ് അല്ല, ഒരാളുടെ പേരാണ് ഖാലിദ്. ഖാലിദ് ബിൻ വലീദ് ഹാബി. ഖാലിദ് മൂസ നദ്വി കേട്ടിട്ടില്ലേ? സരീറു ഖാലിദിൻ, ഖാലിദിന്റെ കട്ടിൽ. അടുത്തത് മിഫ്താഹുൻ ബൈത്തു. ഇത് വേറെ രീതിക്കല്ലേ? അതിന് മുമ്പ് ഉണ്ടല്ലോ മക്തബുൻ അൽ മുദരിസു. മക്തബുൻ അൽ മുദരിസ്, മക്തബ് മുദരിസി. സി ഉള്ള സിന്നില്ലേ? സിന്നില്ല. അവിടെ എന്താണെന്നറിയോ? അൽ വന്നോണ്ടേ. നമ്മൾ അന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഒരു വാക്കില് ഒന്നുകിൽ അലിഫ് ലാം ചേരാം, അല്ലെങ്കിൽ തൻവീന് വരാം ഒരു ഇസ്മിൽ. ഇത് രണ്ടും. അൽ മുദരിസുൻ എന്ന് പറയത്തില്ല, ഒന്നുകിൽ മുദരിസുൻ അൽ മുദരിസു. നമ്മൾ അങ്ങനെ കുറെ വാക്കുകൾ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഏത് പാഠത്തിലാണെന്നറിയോ? ബൈത്തുൻ 14ാമത്തെ പേജ്. കലമുൻ അൽ കലമു, കിതാബുൻ അൽ കിതാബു, ജമലുൻ അൽ ജമലു. അൽ വരുവാണെങ്കിൽ തൻവീൻ, അല്ലും തൻവീനും ഒരു ഇസ്മിൽ ഒരേ സമയത്ത് ഉപയോഗിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? മിഫ്താഹുൻ അൽ ബൈത്തു. അപ്പൊ അതിനകത്ത് എന്താണ്? മിഫ്താഹുൽ ബൈത്തി എന്ന് പറയും. വലതുവശത്ത് പറഞ്ഞതൊക്കെ കലമു ഹാമിദിൻ, ബൈത്തു അബ്ബാസിൻ, ഗുർഫത്തു അലിയിൻ, ദഫ്തരു സഈദിൻ, അതൊക്കെ പറഞ്ഞതെല്ലാം വ്യക്തികളുടെ പേര്, അലമുകളാണ്, ഇസ്മുകളാണ്. അതിനകത്ത് അലിഫ് ലാം വരത്തില്ല. ഹാമിദുൻ, അൽ ഹാമിദു എന്ന് പറയത്തില്ല, അൽ അബ്ബാസു എന്ന് പറയത്തില്ല, അപൂർവം ചിലപ്പോഴൊഴികെ. മനസ്സിലായോ? ഒരാളുടെ പേരിനോടൊപ്പം അൽ ചേരത്തില്ല. അൽ യാസിർ എന്ന് പറയാറില്ല. മനസ്സിലായോ? ചില വിശേഷണങ്ങൾ പറയുന്ന വാക്കുകൾക്കൊഴികെ. അത് എക്സെപ്ഷൻസ് ഉണ്ട്, അത് പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ. മിഫ്താഹുൽ ബൈത്തി, വീടിന്റെ താക്കോൽ. പിന്നെ ദുക്കാനു താജിരി,
ഇതായിരുന്നു ബൈത്തുൽ മുഹന്ദിസി. താജിർ എന്ന് പറഞ്ഞാൽ എന്തോ? താജർ കച്ചവടക്കാരന്റെ ഷോപ്പ്. യെസ്. ബൈത്തുൽ മുഹന്ദിസി എഞ്ചിനീയറിന്റെ വീട്. ഇസ്മു വലതു. അപ്പൊ ഇസ്മുൽ വലതി കുട്ടിയുടെ പേര്. കിതാബുൻ അല്ലാ, അപ്പം കിതാബുല്ലാഹി അള്ളാഹുവിന്റെ പുസ്തകം, ഗ്രന്ഥം. ബിന്ദുൻ തൊബീബുൻ ബിന്ദു തൊബീബ് അല്ലേ? ഡോക്ടറിന്റെ മകൾ. ഡോക്ടറുടെ മകൾ. മിഫ്താഹുൻ സയ്യാറത്തുൻ മിഫ്താഹു സയ്യാറത്തി കാറിന്റെ താക്കോൽ. മനസ്സിലായല്ലോ. കുറെ വാക്കുകൾ പഠിച്ചു. ഇന്റെ ഉടേ എന്ന് പറയാനുള്ളത് പഠിച്ചു. ഇനി അടുത്തത് മൂന്നാമത്തത് ഇഖ്റ വക്തുബ് മഅ ലബ്തി അവാഖിരിൽ കലിമാത്തി. ഈ വാക്കുകളുടെ അവസാനം കൃത്യമായി നിർണയിച്ച് വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്നാണ്. ബാബുൽ മദ്രസത്തി, മദ്രസയുടെ സ്കൂളിന്റെ വാതിൽ. മനസ്സിലായോ? ഹിമാറു റജുലി, ഒരു മനുഷ്യന്റെ ഒരാളുടെ നല്ല നമ്മൾ പറയപ്പെട്ട ഒരാൾ. അർ റജുലാണ്. ഹിമാറു റജുലി, ആ പുരുഷന്റെ ഹിമാർ എന്താണ്? കഴുത. പിന്നെ റജുലപ്പം ഇസ്മല്ലേ? റജുൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹാമിദ് എന്ന് പറയുമ്പോൾ ഒരു നിർണയിക്കപ്പെട്ട ഒരാളുടെ പേരാണ്. മനസ്സിലായില്ലേ? ഹാമിദ്. പക്ഷെ അർ റജുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയപ്പെട്ടവർ. റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മാണ്, പക്ഷെ അത് ആരുടെ പേരും ആവാം. റജുൽ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരും ആവാം. പക്ഷെ നമ്മളിപ്പോ അലിഫ്ലാം ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ടതോ പ്രത്യേകം അറിയപ്പെട്ടതോ ആയ ഒരു ആളാവുമ്പോൾ അർ റജുൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മദ്രസത്ത് എന്ന് പറഞ്ഞാൽ ബാബു മദ്രസത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് സ്കൂളിന്റെയും വാതിലാകാം. പക്ഷെ ബാബുൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ ആ നിർണിതമായ സ്കൂളിന്റെ വാതിൽ എന്നാണ്. മനസ്സിലായോ? അപ്പം എന്താ ഹിമാറു റജുലി എന്ന് വരും. ഹിമാറു റജുലി. മനസ്സിലായോ? ഒരാളുടെ, അതായത് നമ്മൾ പറയപ്പെട്ട മനുഷ്യന്റെ, അയാളുടെ കഴുത. മനസ്സിലായോ? ത്വാലിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വാലിബ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ത്വാലിബ് സ്റ്റുഡന്റ്. ഇനി ഒരു ത്വാലിബ്, റഅയ്തു ത്വാലിബൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുട്ടിയെ കണ്ടു. ഏത് കുട്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ അത്വാലിബ് ചേരുമ്പോ, അത്വാലിബാകുമ്പോ ആ നിർണിതമായ കുട്ടി, നിനക്കറിയാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ടതോ ആയ കുട്ടി എന്നാണ്. അല്ല് ചേരുമ്പോ അത് മാരിഫയാവും. അതായത് നെക്കിറ മാരിഫ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു വസ്തു അറിയപ്പെട്ടതാണെങ്കിൽ അതിനെ മാരിഫ എന്ന് പറയും. അതിനെ അറിയപ്പെടാത്തതാണെങ്കിൽ, നിർണിതമല്ലാത്തതാണെങ്കിൽ അതിനെ നെക്കിറ എന്നും പറയും. അറബിയിൽ നെക്കിറ മാരിഫ എന്ന് പറയും. മനസ്സിലായി? കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക്. എനി ബുക്ക് എന്ന ഏത് ബുക്കും ആവാം. മനസ്സിലായോ? പക്ഷെ അത് ചേരുമ്പോ അൽ കിതാബ് എന്ന് പറയുമ്പോൾ ദ ബുക്ക് എന്നായി മാറും. മനസ്സിലായോ? ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം എന്താ? എനി ബുക്ക്. ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിശ്ചയിക്കപ്പെട്ട വീട്. ഹൗസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതും ആവാം. ദ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരാമർശിക്കപ്പെട്ടതോ നമ്മൾക്ക് അറിയാവുന്നതോ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിർണിതമായതാണ്. മനസ്സിലായില്ലേ? മാരിഫ അറിയപ്പെട്ടതാണ്. ഓക്കെ. ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവണം. പതുക്കെ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഹിമാറു റജുലി, ബൈത്തു ഹാമിദി, സയ്യാറത്തുൽ മുദീരി. എന്താണ്? മുദീർ മാനേജർ അല്ലേ? മാനേജറിന്റെ കാർ. മിന്ദീലു അമ്മാർ. മനസ്സിലായോ? മുത്താലിബി, സ്റ്റുഡന്റിന്റെ നെയിം. നെയിം ഓഫ് ദ സ്റ്റുഡന്റ്. ബൈത്തുല്ലാഹ്,
അള്ളാഹുവിന്റെ വീട്. വീട്, അള്ളാഹുവിന്റെ ഗേഹം, വീട്. ഫീ എന്ന് പറയാൻ ഇല്ലെന്നാണ് അർത്ഥം അറിയാലോ. ആ ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലേ. വെരി ഗുഡ്. മിൻ ബൈത്തിൽ മുദരിസി, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ് അർത്ഥം. മിൻ ഉം. ബൈത്തിൽ മുദരിസി, അധ്യാപകന്റെ വീട്ടിൽ നിന്നും. യെസ്. അലാ മക്തബിൽ മുദീരി, മാനേജറിന്റെ ഡെസ്ക് എന്ന് മക്തബ്, ഓഫീസ്, ആവാം, ഓഫീസ് എന്നാവാം, ഡെസ്ക് എന്നോ, ഡെസ്ക് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വായിച്ചതൊക്കെ. ആ മനസ്സിലായോ? അപ്പം ആ അപ്പൊ എനിക്ക് വായിച്ചു നോക്കൂ. ഐന ബൈത്തുൽ മുദരിസി, അതിന്റെ അർത്ഥം എന്തുവാ? അധ്യാപകന്റെ വീട് എവിടെയാണ്? ആ ആ ഹുവ ബഈദുൻ. ഹുവ ബഈദുൻ എന്ന് പറഞ്ഞാൽ അതാ, അത് അത് ദൂരെയാണ്. ദൂരെയാണ്. അൽ ഖുർആനു കിതാബുല്ലാഹി, എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു. ഗ്രന്ഥം. ഇനി അടുത്ത പേജിലോട്ട് പോകാം. ഓക്കെ. ആ യെസ്. നോക്കൂ, കണ്ടോ? കണ്ടു. യെസ്. വായിച്ചു നോക്കൂ. അൽ കഅബത്തു ബൈത്തുല്ലാഹി. അൽ കഅബത്തു ബൈത്തുല്ലാഹി, എന്താണ് അതിന്റെ അർത്ഥം? കഅബ അല്ലാഹുവിന്റെ ഭവനമാകുന്നു. അള്ളാഹുവിന്റെ ഭവനമാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി. അവിടെ റസൂലുള്ളാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ആകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി എന്താണ്? അള്ളാഹുവിന്റെ റസൂലാകുന്നു. ഖറജൽ മുദർരിസു മിൻ ഗുർഫത്തിൽ മുദീർ. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഖറജൽ മുദർരിസു, അധ്യാപകൻ പുറപ്പെട്ടു, മിൻ ഗുർഫത്തിൽ മുദീരി, മാനേജറുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ പുറത്തുപോയി. ഹാദാ ബൈത്തു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ വീടാണ്. ബൈത്തു ഖാലിദിൻ, അത് ഖാലിദിന്റെ വീടാകുന്നു. അത് ഖാലിദിന്റെയും വീടാകുന്നു. ഇബ്നു അമ്മാർ ത്വാലിബുൻ വ ഇബ്നു യാസിർ താജിറുൻ. അമ്മാറിന്റെ മകൻ സ്റ്റുഡന്റുമാകുന്നു. യാസിറിന്റെ മകൻ കച്ചവടക്കാരനും. കച്ചവടക്കാരനുമാകുന്നു. അപ്പൊ ഒരു വാചകത്തിന്റെ അർത്ഥം മനസ്സിലായി. ഇബ്നു അമ്മാരിൻ എന്നാണ് പറയുന്നത്. ഇബ്നു അമ്മാരിൻ, ഇബ്നു അമ്മാർ താലിബുൻ വ ഇബ്നു യാസിർ താജിറുൻ. താജിറുൻ എന്നാണ് കേട്ടോ. മുബത്തദ ഖബർ എന്ന് പറയാം, പിന്നീട് പഠിക്കാം. ബൈത്തുൽ മുദർരിസി ബഈദുൻ വ ബൈത്തു താജിരി ഖരീബുൻ. ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരത്ത്, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്. അർത്ഥം പറഞ്ഞു നോക്കേ. അധ്യാപകന്റെ വീട് ദൂരെയാകുന്നു, കച്ചവടക്കാരന്റെ വീട് അടുത്താകുന്നു. ഹാദാ മിഫ്താഹു സയ്യാറത്തി ഐന മിഫ്താഹുൽ ബൈത്തി. ഇത് കാറിന്റെ ചാവിയാകുന്നു, വീട്ടിന്റെ ചാവി എവിടെയാണ്? മൻ അൻത യാ വലദ്, നീ ആരുടെ കുട്ടിയാണ്? നീ ആരാണ്? മൻ അൻത യാ വലദ്, നീ ആരാണ് കുട്ടി? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അന ഇബ്നു അബ്ബാസ്, ഞാൻ അബ്ബാസിന്റെ മകൻ. ഇബ്നു മൻ ഹുവ, ഇബ്നു മൻ, മൻ എന്നുള്ളത് അത് പിന്നെ
ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ അതിന് പേര് പറയാം. അതിന്റെ അന്ത്യസ്വരം മാറത്തില്ല. അത് പിന്നെ ഏത് സ്ഥലത്ത് വന്നാലും ചില വാക്കുകൾ അതിന്റെ സ്വരാന്ത്യത്തിൽ മാറ്റം വരുത്താതിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മൻ. മബിനിയായ ഒരു പദമാണ് മൻ എന്നുള്ളത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇബ്നു മൻ ഹുവ, എന്തോ അതിന്റെ അർത്ഥം? അവൻ ആരുടെ ഇബ്നു മൻ, ആരുടെ മകനാകുന്നു? ഹുവ, അവൻ. ഇബ്നു ഖാലിദ്, ഖാലിദിന്റെ മകൻ. പിന്നെ അടുത്തത് അയിന മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സർ? മസ്ജിദു റസൂലിൻ, മനസ്സിലായില്ലേ? അവിടെ ഈ മുദാഫ് മുദാഫിലേക്ക് ഉണ്ട്. അയിന മസ്ജിദു റസൂലിൻ, മനസ്സിലായോ? മസ്ജിദു റസൂൽ, മസ്ജിദു അയിന എവിടെയാണ്? മസ്ജിദു റസൂൽ പറഞ്ഞില്ലേ? ഖുർഫത്തുൽ മുദീരി, ബൈത്തു ഖാലിദി, യാസിർ, ഇബ്നു യാസിർ എന്ന് പറഞ്ഞ പോലെ മസ്ജിദു റസൂൽ, മനസ്സിലായോ? അവിടെ ഉണ്ട് ഇലാഫത്ത്. അതായത് ആദ്യത്തെ പദത്തിനെ മുലാഫ് എന്ന്, രണ്ടാമത്തെ പദത്തിനെ മുലാഫ് ഇലൈഹി എന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നിനോട് ചേർക്കുക എന്നുള്ളത് അതിന്റെ കായിക നമ്മൾ പിന്നീട് പറയും. അയിന മസ്ജിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എവിടെയാണ്? ഫീ മദീനത്തുൻ മുനവ്വറ. അല്ല, ഫീ മദീനത്തിനാണോ? ഫിൽ മദീനത്തി. ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, മുനവ്വറയിലാണ്. മുനവ്വറത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കപ്പെട്ടതെന്ന്, മനസ്സിലായോ? ഇനി അടുത്തത് വായിക്കൂ. ബിന്തു ഹാമിദിൻ ഫിൽ മദ്രസത്തി വ ബിന്തു മുഹമ്മദിൻ ഫിൽ ജാമിഅത്തി. അർത്ഥം പറയും. ഹാമിദിന്റെ മകൾ സ്കൂളിലാകുന്നു. മുഹമ്മദിന്റെ മകൾ യൂണിവേഴ്സിറ്റിയിലാകുന്നു, മനസ്സിലായോ? ഇസ്മുൽ മുദർരിസ് സഈദുൻ വസ്മുൽ മുഹന്ദിസി ഖാലിദുൻ. അധ്യാപകന്റെ അല്ല പേര് സഈദ് എന്നും എഞ്ചിനീയറിന്റെ പേര് ഖാലിദ് എന്നും ആകുന്നു. പഠിച്ചു പോയല്ലോ, പിന്നെന്താ വേണം? മാഷാ അല്ലാഹ്. പിന്നെ അമ്മു ത്വാലിബ്, എന്ന് പറയില്ലേ, പിതാവിന് സഹോദരനാണ് അമ്മു ത്വാലിബി. എന്താണ് അർത്ഥം? അല്ല, സ്റ്റുഡന്റിന്റെ അങ്കിൾ റിച്ച് ആണ്. സ്റ്റുഡന്റിന്റെ അങ്കിൾ പിതൃ സഹോദരൻ അല്ലേ? യെസ്. പിന്നെ അടുത്ത വായിക്കുന്നു. ബാബുൽ മസ്ജിദി മഫ്തൂഹുൻ വ ബാബുൽ മദ്രസത്തി മുഗ്ലഖ്. മസ്ജിദിന്റെ വാതിൽ തുറക്കപ്പെട്ടതാകുന്നു, സ്കൂളിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടതാണ്. മുഗ്ലഖ് എന്ന് പറയും. പിന്നെ ഖാലു ഹമീദു ഫഖീർ. ഖാലു ഹാമിദിൻ, ഹാമിദിന്റെ മാതൃ സഹോദരൻ, മാമാക്ക് പറയുന്ന പേരാ ഖാൽ എന്ന് പറയും. ഖാലു ഹാമിദിൻ, ഹാമിദ് മാതൃ സഹോദരൻ ആരാണ്? ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനാകുന്നു. പിന്നെ സയ്യാറത്തു അബ്ബാസിൻ ഫി ഷാരിഅ. അബ്ബാസിന്റെ കാറ് ഷാരിയ എന്ന് പറയുമ്പോ സ്ട്രീറ്റ് അല്ലേ? സ്ട്രീറ്റിലാകുന്നു. അതിന്റെ മീനിങ് ഒന്ന് കറക്റ്റ് പറയും സാർ. സയ്യാറത്തു അബ്ബാസിൻ, അബ്ബാസിന്റെ കാറ് ഫിഷ് ഷാരിഇ, തെരുവിലാകുന്നു, സ്ട്രീറ്റിലാണ്, റോഡ് സൈഡിൽ കിടക്കുന്നു എന്ന്, മനസ്സിലായോ? ഫിഷ് ഷാരിഇ.
പാർക്ക് ചെയ്തിരിക്കുന്നു റോഡ് സൈഡിൽ. ഷാരിയ എന്ന് പറഞ്ഞാൽ തെരുവെന്ന അർത്ഥം, സ്ട്രീറ്റ്. ആ മനസ്സിലായില്ലേ? ഓ ഓ എന്റെ പിതാവ് എന്നെങ്ങനെ അറബി പറയുന്നത്? അബി. എന്റെ വാപ്പായുടെ കാറ് പിന്നെ റോഡിലാകുന്നു എന്നെങ്ങനെ പറയും? തയ്യാറത്തോ അബി. ആ റോഡിൽ എന്താ പറയാ? ഷാരിയ, തെരുവില്. ആഫീസ് ഷാരിയായി. ഓക്കെ. അയിന ഉമ്മുക്കി. അയിന ഉമ്മുക്കി, ഞാൻ നിന്നോട് ചോദിക്കുക. അയിന ഉമ്മുക്കി. ഉമ്മി ഫിൽ ബൈത്തി. ഫിൽ ബൈത്തി. മനസ്സിലായില്ലേ? അയിന ഉഖ്തുക്കി. ഉഖ്തുക്കി ഫിൽ മത്ബഖി. അല്ല, ഉഖ്തുക്കി ഞാൻ നിന്നോട് ചോദിച്ച. അല്ല, അപ്പൊ ഉഖ്തി നീ ഉഖ്തി ചോദിക്കണം. ഉഖ്തി ഫിൽ മത്ബഖി. ഫിൽ മത്ബഖി. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ. Can you see? കാണാൻ പറ്റുമോ? ഇബ്നു മൻ അന്ത. ഇബ്നു മൻ അന്ത. ഇബ്നു മൻ, ആരുടെ മകനാണ് നീ? അനബിനുൽ മുദരിസി, ഞാൻ അധ്യാപകന്റെ മകനാകുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഐനൽ കൽബു, അതിന്റെ അർത്ഥം എന്തുവാ? നായ എവിടെയാണ്? എവിടെയാണ്? പറയൂ അതിന്റെ അർത്ഥം. ഉത്തരം. എന്താണ്? അത് എന്താണ്? കാറിന്റെ അടിയിലാകുന്നു. ഇബ്നു മൻ അന്തി, ഞാൻ ചോദിക്കോ? ഇബ്നു മൻ അന്തി? അന ഇബ്നു നവാസ്. അല്ല, ഇബ്നു എന്ന് പറഞ്ഞു. സോറി. അന അന്തി ബിന്തു നവാസ്. ഹൽ അന്തി ബിന്തു നവാസ്? നഅം. നഅം അന്തി. അയിന അബൂക അൽആൻ? في السعودية. في السعودية. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. കൗവിൻ ജുമലൻ മുഫീദത്തൻ ബിമിൽഇൽ ഫറാഗി ഫീമാ യലി. താഴെ കൊടുത്തിരിക്കുന്നതില് ഈ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കണം. അങ്ങനെ കൗവിൻ ജുമലൻ മുഫീദത്തൻ, അങ്ങനെ ഒരു സമ്പൂർണ്ണ ആശയമുള്ള വാചകം ഉണ്ടാക്കണം. ആ വാക്കുകളൊന്ന്, ആ 10 വാചകങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നീ ഒന്ന് ആലോചിച്ചിട്ട് അവിടെ ഓരോ വാക്ക് ചേർത്ത വാചകം പൂർത്തിയാക്കാൻ നോക്കണം. ഒന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? അതൊന്ന് പിന്നെ നിനക്കൊരു എക്സർസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയണ്ടേ? ബാബുൽ ബൈത്തി മുഗ്ലഖുൻ എന്ന് പറഞ്ഞ എന്തുവാ? വീടിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അടച്ചിരിക്കുകയാണ്. ഐന മിഫ്താഹു സയ്യാറ, എന്താണ് അതിന്റെ അർത്ഥം? കാറിന്റെ താക്കോൽ എവിടെയാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലു അല്ലാഹ്. അവസാന സ്വരം തിരിയണം. റസൂലുള്ളാഹി. പിന്നെ അടുത്തത് പറഞ്ഞു നോക്കേ, 4-മത്തെ. അൽ ബൈത്തു ത്വബീബി ബായിദ്. അൽ ബൈത്തു ത്വബീബി എന്ന് വരത്തില്ല, ബൈത്തു ത്വബീബി എന്ന് വരത്തില്ല.
മനസ്സിലായോ? ബൈത്തു ത്വബീബ്. അതായത് മുദാഫ് മുദാഫിലേഹി എന്ന് പറയാം. ആദ്യത്തെ വാക്ക് മുദാഫും രണ്ടാമത്തെ വാക്ക് മുദാഫിലേഹിയുമാണ്. അപ്പൊ അതിൽ രണ്ടാമത്തെ മാത്രമേ അലിഫ്ലാം നിൽക്കുകയുള്ളൂ, ആദ്യത്തേതിൽ അലിഫ്ലാം വെക്കത്തില്ല. ബൈത്തു ത്വബീബി, ത്വബീബിന്റെ വീട് ബഈദുൻ. മനസ്സിലായോ? അൽ ഖുർആനു കിതാബുല്ലാഹി. കിതാബുല്ലാഹി. പിന്നെ അടുത്തത് പറയാൻ നോക്കോ? ഖദീജത്തു ബിന്തി ഹാമിദി. ഖദീജത്തു ബിന്തു ഹാമിദിൻ, ഖദീജയാകുന്നത് ഹാമിദിന്റെ പുത്രിയാകുന്നു. ഖദീജത്തു ബിന്തു ഹാമിദിൻ. അന ഞാൻ മുദരിസ്. മുദരിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുന്നത്? ഞാൻ അധ്യാപകന്റെ ആരാകുന്നു? ത്വാലിബുൽ മുദരിസാവാം. ഞാൻ അധ്യാപകന്റെ വിദ്യാർത്ഥിയാകുന്നു. അന ബിന്തുൽ മുദരിസ്, അന ജാറുൽ മുദരിസി, ഞാൻ അധ്യാപകന്റെ ആണ്. മനസ്സിലായോ? എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ മക്സൂർ എന്ന് പറഞ്ഞാൽ പൊട്ടിയതെന്ന് അർത്ഥം. പറയൂ. കലമു ത്വാലിബി മക്സൂർ. യെസ്, വെരി ഗുഡ്, കൊള്ളാം. പിന്നെ ബാബുൽ മസ്ജിദി മഫ്തൂഹ്. യെസ്. ഖറജൽ മുദരിസു മിനൽ മക്തബിൽ മുദീർ. മിൻ മക്തബിൽ മിനൽ അൽ, അതായത് മുലാഫ് മുലാഫിൽ രണ്ടിലും അലിഫ്ലാം വരത്തില്ല. മക്തബിൽ മുദീരി. മനസ്സിലായോ? ഓക്കെ അല്ലേ? മിൻ മക്തബിൽ മുദീരി. മിൻ മക്തബിൽ മുദീരി. മക്തബുൽ മുദീരി. അൽ മക്തബ് അൽ മുദീർ എന്ന രണ്ടും സിഫത്ത് മൗസൂഫായി പോകും. രണ്ടിനും അലിഫ്ലാം വരാൻ പാടില്ല. ആദ്യം കുറച്ച് നിയമങ്ങൾ മനസ്സിലാക്കാൻ പാടുണ്ടെങ്കിലും ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. ഖറജൽ മുദരിസ് മിൻ ബൈത്തിൽ മുദീരി. ഇനി അത് മനസ്സിലാക്കാനുള്ള എക്സർസൈസ് ആണ്. സഹിഹ് തർക്കീബാത്ത് താലിയ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളെ നിങ്ങൾ ശരിയാക്കണം. അൽ ഖലമു ത്വാലിബി, അത് തെറ്റാണ്. ഖലമു ത്വാലിബാണ് ശരി. മനസ്സിലായോ? അൽ ഖലമു അത്വാലിബ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിന്റെ സിഫത്തായിരിക്കും മറ്റേത്. അൽ ഖലമു അത്വാലിബ്, ത്വാലിബാകുന്ന പേനാന്ന് വരും. പക്ഷെ അങ്ങനല്ല, ത്വാലിബിന്റെ പേനാന്നേ വരാൻ പാടുള്ളൂ. അൽ ഖലമു ത്വാലിബ് തെറ്റാണ്. അത് ശരിയാക്കി എഴുതേണ്ടത് ഖലമു ത്വാലിബി. ബാബു സയ്യാറത്തു എന്ന് പറഞ്ഞ അതിലേതാ തെറ്റ്? ബാബു സയ്യാറത്തി. യെസ്. പിന്നെ അടുത്തതിലേതാ? ബിന്ദു ഹാമിദ് എന്ന് പറഞ്ഞത് ബിന്ദു ഹാമിദ് അല്ലേ? ഹാമിദി. ബിന്ദു ഹാമിദ്. യെസ്. റസൂലുള്ളാഹി. അതിനകത്ത് ഏതാ തെറ്റ്? ഒരു തെറ്റുണ്ടോ അതിനകത്ത്? അതിനകത്തൊരു തെറ്റ്. റസൂല് വരൂല, അല്ലാഹിക്ക്. റസൂലുള്ളാഹി. ഇസ്മുൽ വലദി. യെസ്. ഇബ്നു മുദരിസ്. ഇബ്നുൽ മുദരിസി. യെസ്. ഇനി മറ്റൊരു കാര്യം പഠിക്കണം. മുഹമ്മദ് എന്ന് പറയുന്നൊരു വാക്ക് വന്നു. അപ്പൊ നമ്മൾ അയാളെ വിളിക്കുകയാണ്. യാ മുഹമ്മദു എന്നാണ് വിളിക്കുന്നത്. യാ മുഹമ്മദ്. യാ എന്ന് പറഞ്ഞാൽ ഓ എന്ന് വിളിക്കലാണ്. യാ അല്ലയോ മുഹമ്മദേ, യാ മുഹമ്മദു എന്നേ പറയും. യാ മുഹമ്മദുൻ എന്ന് പറയത്തില്ല. ഉസ്താദുൻ, യാ ഉസ്താദു എന്നേ പറയത്തുള്ളൂ. ഖാലിദുൻ, യാ ഖാലിദു എന്നേ പറയും. വലദുൻ, യാ വലദു. യാ അലിയു, യാ അബ്ബാസു, യാ ഷെയ്ഖു, യാ റജുലു, യാ യാസിറു, യാ അമ്മാറു, യാ ദുക്തൂറു.
അപ്പോ മനസ്സിലായില്ലേ? എന്താ ഫീമെയിലിനാണ് വരുന്നതെങ്കിൽ ഇത് കണക്കായിരിക്കും. അത് തന്നെ ആയിരിക്കും, വ്യത്യാസമില്ല. ഓക്കെ. യാ ഫർസാനത്തു, മനസ്സിലായോ? ആ ഇനി ആ പേജ് നമ്പർ 31 ആ നോക്കൂ. ഇഖ്റ അൽ മിസാൽ ഒന്ന് മാറ്റിക്കോട്ടെ. എനിക്ക് ഇത്രയും ഉള്ളൂ. അപ്പൊ ആ പേജ് നോക്ക്, 31 ആ കണ്ടോ? എടുത്തു. എന്നെ കാണാൻ പറ്റുമോ? ആ കാണാം സാർ. യെസ്, ഓക്കെ. പേജ് നമ്പർ 31. ഇഖ്റ അൽ മിസാൽ ആത്തി ثم കവ്വിൻ അസ്ഇലത്തൻ മിഥ്ലഹു മുഷീറൻ ഇല സുവരി. അതായത് ഇഖ്റ അൽ മിസാൽ ആത്തി, താഴെ കൊടുത്തിരിക്കുന്ന ആദ്യം കൊടുത്ത ആ പുസ്തകത്തിന് നേരെയുള്ള ഒരു വാചകമുണ്ട്, അത് ഒരു ഉദാഹരണമാണ്. അത് നോക്കിയിട്ട് ഇഖ്റ അൽ മിസാൽ ആത്തി, താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വായിക്കുക. സുമ്മ കവ്വിൻ, എന്നിട്ട് നീ ഉണ്ടാക്കണം, നിർമ്മിക്കണം, അസ്ഇലത്തൻ, ചോദ്യങ്ങൾ ഉണ്ടാക്കണം, മിഥിലഹു, അതുപോലുള്ള ചോദ്യങ്ങൾ, മുഷീറൻ ഇല സുവരി താലിയത്തി, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. കിതാബു മൻ ഹാദ, ആരുടെ അതിന്റെ പുസ്തകമാണ് ഇത്? ആളുടെ ആരുടെ പുസ്തകം? പുസ്തകമാണ്. ഞാൻ പേന ചോദിച്ചിട്ട് അവിടെ ഒരു വാചകം ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഇതേപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ ആവാം, വ്യത്യസ്തമാകാം. ഇതുപോലെ തന്നെ പറയൂ. എന്താ അല്ല ഇതേപോലെ അല്ലേ? മിഥിലഹൂന, ഇതുപോലുള്ള. കലമുമൻ, പിന്നെ ഖമീസുമൻ, ആരുടെ ഉടുപ്പാണ്. ബൈത്തുമൻ ഹാദ, ആരുടെ. പിന്നെ ഹാദാ ബൈത്തു എന്നും ചോദിക്കാം. കിതാബുമൻ, ബൈത്തുമൻ ഹാദ, സരീറുമൻ ഹാദ. പിന്നെ അടുത്തത് 9ാമത്തെ, ഇസ്മുൻ. ഇസ്മുൽ വലതി മുഹമ്മദുൻ വസ്മുൽ ബിന്ദി സൈനബുൻ. ഇസ്മുൽ വലതി, ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് എന്നും ബിന്ദി സൈനബ് എന്നും, ബിന്ദിന്റെ പേര്, പെൺകുട്ടിയുടെ പേര് സൈനബ് എന്നുമാകുന്നു. ഇസ്മുൽ മുദരിസി ഹാമിദുൻ. ഇസ്മുൽ മുദീർ. ഇസ്മുൽ മുദരിസി ഹാമിദ്, അധ്യാപകന്റെ പേര് ഹാമിദ് എന്നാണ്. ഇസ്മുൽ മുദീർ, അപ്പൊ പ്രിൻസിപ്പാളിന്റെ പേരെന്താണ്? അതാണ് ചോദ്യം, മനസ്സിലായോ? ആ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായില്ലേ? ഇബ്നു ഖാലിദ് ഫിൽ മദ്രസത്തി വബ്നു ഹാമിദ് ഫിൽ ജാമിഅത്തി. അതിന്റെ അർത്ഥം എന്തുവാ? ഖാലിദിന്റെ മകൻ സ്കൂളിലാണ്, ഹാമിദിന്റെ മകൻ യൂണിവേഴ്സിറ്റി. ഇനി അടുത്തത് ഇബ്നുൽ മുദരിസ് ഫിൽ ഫസ്ലി. ഇബ്നുൽ മുദരിസി. ഇബ്നുൽ മുദരിസി ഫിൽ ഫസ്ലി. മുദരിസിന്റെ മകൻ ക്ലാസ്സിലാകുന്നു. ഐന ഇബ്നു മുദീർ, പ്രിൻസിപ്പളിന്റെ മകൻ എവിടെയാണോ? അല്ലേ, ഐന ഇബ്നു മുദീർ. ഇബ്നു മുദീർ എന്നാണോ? അല്ലേ, അല്ല, ഒന്നുകൂടെ വായിച്ചു നോക്ക്. ഐന ഇബ്നു മുദീർ അല്ലേ? ഇബ്നു മുദീർ എന്നല്ലല്ലോ, ഒന്നുകൂടെ നോക്ക്. ഐന ഇബ്നുൽ മുദീരി. അൽ കളഞ്ഞെന്താ? കളയേണ്ട അടുത്തേ കളയാം. ഇനി അടുത്തത് 32ാമത്തെ പേജില് ആദ്യത്തെ എക്സസൈസ്. ഇബ്നു മുഹമ്മദ് ഫിൽ ഇറാഖി വബ്നു ഹാമിദ് ഫിൽ ഹിന്ദി. അതൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ഇറാബ് ശരിയാക്കി എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം.
മനസ്സിലാവും. അലമാരിക്കകത്ത് വെച്ചു, അലമാരി വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അത്രയും വാചകങ്ങളില്ലേ, 6 വാചകങ്ങളില്ലേ, ആ അത്രയും എഴുതിയിട്ട് അത് ഇറാബ്, അതായത് ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖി, ഖാഫിന് കസർ, വബ്നു നൂനിന് ലമ്മ്, ഹാമിദിൻ ഹാമിദിന്റെ, ഫിൽ ഹിന്ദി, അതാണ് വ്യക്തമാക്കേണ്ടത് കേട്ടോ. ആ അങ്ങനെ എഴുതിയിട്ട് എനിക്ക് അയക്കണം, നാളെ ആയാലും മതി. ഇൻഷാ അല്ലാ. ആ അപ്പൊ നമ്മൾ പുതിയ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. റസൂല്, അമ്മു, ഷാരിയ, കാബത്ത്, ഖാല്, മുഹലഖ്, തഹ്ത, ഹക്കീബത്ത്, ഇസ്മിൽ, ഇബ്നു, സിയാറത്ത്, ഉനാക്ക്. ഇത്തരം വാക്കുകൾ പഠിച്ചല്ലോ. ഓ പഠിച്ചു. ഇപ്പൊ താഴെ ഒരു കോളത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് സയ്യാറത്തുൽ മുദരിസി, അധ്യാപകന്റെ കാറ്. അപ്പൊ സയ്യാറത്ത് എന്നുള്ള പദം, ആദ്യത്തെ പറഞ്ഞ പദം മുലാഫ് എന്ന് പറയും, രണ്ടാമത്തെ പറയുന്ന പദത്തിന് മുലാഫുൻ ഇലൈഹി എന്നും പറയും. അപ്പൊ മുലാഫിൽ തൻവീനും വരത്തില്ല, അലിഫ്ലാം വരത്തില്ല. മുദരിസിന്റെ ഇറാബ് എപ്പോഴും ജറായിരിക്കും. മുദരിസി, കിതാബു മാലിക്കി, മനസ്സിലായല്ലേ? കിതാബുൽ മാലിക്കി, മനസ്സിലായോ? അങ്ങനെ പറയും. അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സാർ. ഇൻഷാ അല്ലാ. ബാക്കി നമുക്ക് ഇനി അടുത്ത് പഠിക്കാം, പെട്ടെന്ന് തീർക്കാട്ടോ. ഓ ഇൻഷാ അല്ലാ. സാർ നാളെ ക്ലാസ് ഇല്ലേ വൈകുന്നേരം? നാളെ എന്റെ യാത്രയുടെ കാര്യം തീരുമാനിച്ചിട്ട് പറയാം. ഈവനിങ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല സാർ, ഇത് കണക്ക്